ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതായത് എല്ലാ ഹോസ്പിറ്റലുകൾക്കും അവരുടേതായ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. അവരായിരിക്കും ആ ഹോസ്പിറ്റലിന്റെ വോൾ കാര്യങ്ങൾ അവർ കൺട്രോൾ ചെയ്യുന്നത്. അതായത് അവിടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു കീഴിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻ, ഡോക്ടർമാരുടെ ഷെഡ്യൂൾസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബില്ലിങ്, ഡിസ്ചാർജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്യാരി ഓൺ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി ഇതിന്റെ ജോബിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ സ്കോപ്പിന്റെ കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ ഹെൽത്ത് കെയർ സർവീസിന്റെ ഡെവലപ്മെന്റ് കൂടി വരാണ്. അപ്പൊ ഇതൊരു മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരിക്കലും ഒരു എൻഡ് ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ഉള്ള ഒരു കോഴ്സും കൂടിയാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ജോബിന് കയറുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 2.6 to 6.5 lakh per annum വരെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ FACHE സർട്ടിഫിക്കേഷൻ ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കരിക്കുലത്തിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ, ഡിസ്ചാർജിങ് പ്രോസസ്, അങ്ങനെ പല കാര്യങ്ങളും ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കരിക്കുലത്തിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ എനി ഡിഗ്രിയുള്ള ഏതൊരാൾക്കും ഈസി ആയിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് എടുത്ത് പഠിക്കാൻ സാധിക്കും.